ഉയരങ്ങളിൽ ഓശാന. നമ്മുടെ പ്രിയ മകനായ റോഷൻ റോണി കല്യാൺ രൂപതയിൽ ബോസറി സെന്റ് ആന്റണീസ് ഇടവകയിൽ ചോലങ്കരി സെബാസ്റ്റ്യൻ കുര്യൻ്റെയും ലിസി സെബാസ്റ്റ്യൻ്റെയും മകൾ സ്റ്റെഫി സെബാസ്റ്റ്യനെ ക്രിസ്തീയ പ്രമാണങ്ങളും തിരുസഭയുടെ നിബന്ധനകളും അനുസരിച്ച് വിവാഹം ചെയ്യുവാൻ സമ്മതമാണോ? സാക്ഷികൾ കേട്ടല്ലോ. കർത്താവിൽ നമ്മുടെ പ്രിയ മകളായ സ്റ്റെഫി സെബാസ്റ്റ്യൻ പത്തനംതിട്ട രൂപതയിൽ തുമ്പമൺ സെൻറ് തോമസ് ഇടവകയിൽ അയ്യനേത്ത് പണിക്കരേത്ത് കിഴക്കേതിൽ റോണി തോമസിൻ്റെയും നാൻസി റോണിയുടെയും മകൻ റോഷൻ റോണിയെ ക്രിസ്തീയ പ്രമാണങ്ങളും തിരുസഭയുടെ നിബന്ധനകളും അനുസരിച്ച് വിവാഹം ചെയ്യുവാൻ സമ്മതമാണോ? ഞങ്ങളുടെ സന്തോഷങ്ങൾക്ക് ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന് പൂർത്തീകരണം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സൗഭാഗ്യത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നെ ആരാനന്ദിക്കുമാറാകണമേ. കാരുണ്യപൂർവ്വം ഞങ്ങളുടെ ദുഃഖങ്ങൾ മായിച്ച ദയാപൂർവ്വം ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിപ്പിക്കണമേ. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമാകുകയും ചെയ്യട്ടെ. ഈ മണവാളൻ പൂണി മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്നോടും ആദ്യപ്പോൾ തന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സർവവിശുദ്ധന്മാരോടും കൂടെ അക്ഷയഭാഗ്യങ്ങളിൽ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ സംഘങ്ങളിലും നിന്റെ വാത്സല്യഭാഗങ്ങളുടെ ഗണങ്ങളിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും അർപ്പിക്കുമാറാകണമേ. മോറൻ വാലോഹാ
സഹായമായ ദൈവമേ, സ്വർഗത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും അനുരഞ്ജിപ്പിച്ച അതിന്റെ സമാധാനം അന്യോന്യം സമർപ്പിതമായിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കണമേ. ഇവർ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുവാനും സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും തക്കവണ്ണം ഇവർക്ക് ഹൃദയൈക്യം നൽകണമേ. തന്റെ സഭയുടെ വിവാഹ വിരുന്നിന് സകല വിജാതികളെയും സ്വജാതികളെയും പ്രവാചകന്മാരെയും സ്ത്രീകന്മാരെയും അവന് സദാസുരുടെ മോതിരങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. സ്വതകായ ശ്രേഷ്ഠമാക്കി കരുണാപൂർവം സഹായിക്കുകയും അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ സ്വീകരിക്കുകയും ചെയ്തു. നീ മനുഷ്യരുടെ സർവപരിജ്ഞാനത്തിന് ഉപരിസ്ഥിതനും അതീതനും സദാ നന്മകളിൽ സമൃദ്ധനും തിന്മകളിൽ നിന്നും വിദൂരസ്ഥനും ആകുന്നു. നീ അനശ്വരമായ വെടിപ്പുള്ള മൂറോനും അനാഥിതമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനും ആകുന്നു. കൊണ്ട് ദയവോടെ അവളെ നിറയ്ക്കുകയും ചെയ്തു. മഹത്വത്തിന്റെ നിലയെങ്കിൽ നീ അവളെ ധരിപ്പിച്ചു. വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അവൾക്ക് നീ വിവാഹ നിശ്ചയം ചെയ്ത് അവളെ നിന്റെ മണവാട്ടിയാക്കി തീർത്തു. ശത്രുവിന്റെ തലയിൽ
ഈ മോതിരങ്ങളെയും വാഴ്ത്തണമേ. ഈ മക്കൾ നിന്റെ അനുഗ്രഹം പ്രാപിച്ച് നിന്നെ പ്രകീർത്തിക്കുകയും തിരുവൻപാകെ നിന്ന് നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെ ഇവിടെ വിടാതെ സ്തുതിക്കുകയും ചെയ്യുവാനാകണമേ. പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കട്ടെ. അനുഗ്രഹപൂർണമായ ഫലത്തെ അദൃശ്യമായി നിങ്ങളെ
പൂർണ്ണ ആരോഗ്യത്തോടും ഹൃദയ സന്തോഷത്തോടും കൂടെ നമ്മുടെ കർത്താവിനും അവന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും നീ സ്തുതി സമർപ്പിക്കണം. സത്യത്തിലും നീതിയിലും പൂർണ്ണരാകട്ടെ. തങ്ങൾ സ്വീകരിച്ച മോചനങ്ങളോടുകൂടി സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർ പ്രാപിക്കട്ടെ. കർത്താവ് സകല കപട സ്നേഹവും ഇവരിൽ നിന്നും നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിക്കുവാൻ തക്കവണ്ണം സ്നേഹാഗ്നിയാൽ ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. ലില്ലി പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാലനയിൽ തങ്ങളുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ ഇവർക്കിടയാകട്ടെ. പാവനമായ വിവാഹത്തിന് നിർമ്മല പാതയെ നശിപ്പിക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. കർത്താവ് പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസ്ഹാക്കിന്റെ പ്രഭയേക്കാൾ വിവാഹ നിശ്ചയം സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരുടെ ഉടമ്പടിയെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണമാക്കട്ടെ. മണവാളനെ തന്റെ വീണ്ടെടുപ്പ് വഴി ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ അക്ഷയമായ മനോഹരഭൂഷണങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് എന്നതിലധികമായി വിശുദ്ധിയുടെ മുദ്ര കൊണ്ട് ഈ മക്കൾ അലങ്കരിക്കപ്പെടട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും സഹവാസവും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ സംസ്കരണത്തിന് ഉതകുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദോഷിക്കുന്ന സൂര്യാലുകളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്നും ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹസമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, മകളുടെ മുമ്പാകെ നിൽക്കുന്നവരെയും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സന്തോഷകാലങ്ങളെയും നൽകണമേ. സുഹൃതങ്ങളാവുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തുകയും ഇവരുടെ സന്താനങ്ങൾക്ക് അവകാശമായി കൊടുക്കുവാൻ സഹായിക്കുകയും ചെയ്യണമേ. വിജയപ്രദമായ ശ്രീവായാൽ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങളെല്ലാവരും നിന്റെ കരുണ എന്നേക്കും വർഷിക്കണമേ. നിങ്ങളുടെ പ്രയത്നത്തിന് 30, 60, 100 മടങ്ങവൻ പ്രതിഫലം നൽകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നന്മ ലഭിക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ ശ്രീവാരാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനൊന്നും വേണ്ട സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ.
പ്രാർത്ഥിക്കുന്ന സമയം എല്ലാവരും ഈ ദാസരെ വാഴ്ത്തിയിടട്ടെ ദേവ, കൃപ ചെയ്യണമേ എന്ന് ചൊല്ലേണ്ടതാണ്. അനന്തമായ വിരുന്നിനും മനസ്സിനുമായി മണവറയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ട അതിഥികളോടൊപ്പം നിന്റെ ശാശ്വത സന്തോഷത്തിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരോടുകൂടെ അവരുടെ ഇടയിൽ ഞങ്ങൾ നിനക്ക് നിരപിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ശ്രേഷ്ഠരാക്കുകയും ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ.
ഞങ്ങൾ യോഗ്യരായി തീരണമേ. പാർക്കുമോ നിത്യനായ കർത്താവേ, നീ മോചിക്കുന്നതെല്ലാം മോചിക്കപ്പെടുന്നു, ബന്ധിക്കുന്നതെല്ലാം ബന്ധിക്കപ്പെടുന്നു. ഞങ്ങൾ വാഴ്ത്തുന്ന ഈ സമയത്ത് ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ദൈവമായ കർത്താവേ, സകല സ്വർഗീയ സൈന്യങ്ങളും ഭക്തിയാദര പരിസരം നിന്നെ മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമേന്മാരുടെ ഗണങ്ങൾ നിന്റെ പ്രാഭവത്തിൽ ഭയചകിതരാകുകയും ചെയ്യുന്നു. ബലഹീനരും മണ്ണീരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടവനോട് യാചിക്കണമെന്ന് നീ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. കൃപാദാനങ്ങളിൽ നീ ഉത്സുകനാകുന്നു. ശിക്ഷാകരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, ദേശാടനം ചെയ്യുന്നവരെയും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി കഴിയുന്ന സ്ഥിരവാസികളെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി ആധ്യാത്മിക നൽവരങ്ങളിൽ തൽപരരും പാപമാകുന്ന മരണത്തിൽ നിന്ന് അകന്നവരുമായി പാലിടയാക്കണമേ. ഇവർ ഒരുമിച്ച് ശപിക്കപ്പെട്ട സാത്താന്റെ ദാസ്യത്തിൽ നിന്നും ഓടിയകന്ന് നിന്റെ പരിശുദ്ധിയെ സമീപിക്കുവാൻ തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ ഐക്യപ്പെടുത്തണമേ. സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറക്കുമോറോശോ ദൈവത്തിൽ നിന്ന് ഗണങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കട്ടെ. രാജൻ വിമല സഭയെ നിന്നെ ശ്ലാഘിക്കും. സുന്ദരികളിൽ അതിസുന്ദരി ജാതികളിൽ സുതയിൽ ക്ഷണിക്കപ്പെട്ട് വെള്ളത്തെ മേൽത്തരുമീഞ്ഞാക്കി മാറ്റിയ മനുഷ്യസ്നേഹിയും നീതിയുടെയും സത്യത്തിന്റെയും മണവാളനായ കർത്താവേ, ഈ സുഗന്ധധൂപം കരുണാപൂർവം സ്വീകരിച്ച് നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പിൽ തലവണങ്ങി നിൽക്കുന്ന ഈ നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. കരുണാപൂർണമായ നിന്റെ വലത് കൈ ഇവരിൽ ആവസിപ്പിക്കണമേ. ഞങ്ങളെല്ലാവരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കാരുണ്യം ദർശിക്കുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. വർഗമോ സഹോദരൻ
മിശിഹാ തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ മിശിഹായ്ക്ക് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ മിശിഹാ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യന്മാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. മിശിഹാ സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെ വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായും അവന്റെ സഭയെ കുറിച്ചാണ് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങൾ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ഭാര്യയ്ക്കുമോ ജീവിതകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശുദ്ധമ്പുരാൻ ഗലീല വിട്ട് യോർദാനക്കരെ യൂദയായുടെ അതിർത്തിയിലെത്തി. വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിക്കുകയും അവൻ അവിടെ വെച്ചവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. ഫരിസേയരോടടുത്ത് ചെന്നവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവാദി മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏകശരീരമായി തീരുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒരു ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. സഹോദരന്മാരെ, റോഷനും സ്റ്റെഫി ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിധേയരായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. ഒന്നാമതായി ദൈവത്തിന് നന്ദി പറയുന്നു. ഇത് മനുഷ്യൻ്റെ പ്രവൃത്തിയല്ല, മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പല്ല, മനുഷ്യൻ്റെ തീരുമാനമല്ല, ദൈവത്തിൻ്റെ കൃപയാണ്.
ഈ പ്രിയപ്പെട്ട മക്കൾ നല്ല പ്രായത്തിൽ നിന്ന് വിവാഹിതരാകുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ധാരാളം യുവജനങ്ങൾ വിവാഹപ്രായം കഴിഞ്ഞ് അവിവാഹിതരായി കഴിയുന്ന പല കാരണങ്ങളാണ്. എന്നാൽ അനുഗ്രഹീതമായ കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നു വന്ന് ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി നമ്മുടെ ജീവിത പങ്കാളികളെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചു. ദൈവം തെരഞ്ഞെടുത്ത് നൽകി ദൈവത്തിൻ്റെ ആ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയാൻ ഈ മക്കൾക്ക് സാധിച്ചു എന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറെ സന്തോഷിക്കുന്ന ഒരു സന്ദർഭമാണ്. ഈ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് വളർത്തിക്കൊണ്ടുവരുമ്പോൾ ആ മക്കളെ പറ്റി അവർ മെനഞ്ഞെടുക്കുന്ന പ്രധാനപ്പെട്ട സ്വപ്നങ്ങളിലൊന്നാണ് അവർ കുടുംബജീവിതം. കുടുംബജീവിതത്തോട് താല്പര്യമുള്ളവരായി അതിൻ്റെ പവിത്രത മനസ്സിലാക്കി അവർ നല്ല പ്രായത്തിൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ തയ്യാറാകുന്നത് ആ കുടുംബ അന്തരീക്ഷം, രണ്ട് കുടുംബങ്ങളുടെയും അന്തരീക്ഷം ആ ആത്മീയതയിൽ ഗാർഹിക കുടുംബം എന്നുള്ള നിലയിൽ, ദേവാലയം എന്നുള്ള നിലയിൽ അവർ ആത്മീയത പുലർത്തിക്കൊണ്ട് ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്നതിൽ സംശയം. ഇവിടെ ഈ അയ്യനേത്ത് പണിക്കരേത്ത് കിടക്കുന്ന കുടുംബത്തിൽ പ്രിയപ്പെട്ട റോണിയുടെയും നാൻസി റോണിയുടെയും മകനായി റോഷൻ ജനിച്ച് അവർ വളർന്നു വന്നു. ഈ കുടുംബം ഈ ഇടവകയോട് ചേർന്ന് നിൽക്കുന്ന കുടുംബമാണ്. അയ്യനേത്ത് കുടുംബം മലങ്കര കത്തോലിക്ക സഭയിൽ എണ്ണപ്പെട്ട കുടുംബങ്ങളിലൊന്നാണ്. പ്രിയപ്പെട്ട റോണി ഈ മമ്മിയും അതോടൊപ്പം തന്നെ നാൻസിയും ഈ ഇടവകയുടെ പ്രവർത്തനങ്ങൾ സജീവമായി മത്സരിക്കുന്ന പ്രവർത്തനങ്ങളായാലും മറ്റു പ്രവർത്തനങ്ങളെല്ലാം സജീവമായി പങ്കാളികളാകുന്നവരാണ്. അവർ കുടുംബത്തിലെ ആത്മീയമായ അന്തരീക്ഷത്തിലാണ് ഈ മകൻ വളർന്നു വന്നത്. സ്റ്റെഫിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും പ്രിയപ്പെട്ട സെബാസ്റ്റ്യനും വർദ്ധനലിസിക്കും ഈ മകനെ കേന്ദ്രമാക്കി അവരുടെ ജീവിതം ക്രമീകരിക്കുന്നതിൽ അവരെ പുലർത്തിയ പ്രത്യേകമായ ആ ഒരു ശ്രദ്ധയെ ഓർത്ത് അഭിമാനം കൊള്ളാൻ സാധിക്കും. ഈ മക്കൾ അനുഗ്രഹിതരായി വളർന്നു വന്നു. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സ്വർഗം നൽകുന്ന ഏറ്റവും വിലപ്പെട്ട ഒരു സമ്മാനമാണ്, ഇതുവരെ ഒളിച്ചു വെച്ചിരുന്ന സമ്മാനം. റോണിക്ക് സ്റ്റെഫിക്ക് റോണി, ഇതുവരെയും ഒളിപ്പിച്ചു വെച്ചിരുന്ന ഏറ്റവും വിശുദ്ധമായ സമ്മാനം. സ്വർഗം വെച്ച് നിൽക്കുമ്പോൾ ഹൃദയപൂർവ്വം സ്വീകരിച്ച് ചേർത്ത് വയ്ക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇത് മറ്റൊന്നുമല്ല, തൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാണ്. തൻ്റെ ജീവിതത്തെ, തൻ്റെ ശരീരത്തെ തന്നെ പൂർത്തീകരിക്കുന്ന, പൂരിപ്പിക്കുന്ന സ്വർഗീയ ഗാനമാണ്. അതുകൊണ്ട് തന്നെ ഈ തിരിച്ചറിവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആരംഭിക്കുന്ന ഒരു യാത്ര, ആ യാത്ര അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ യാത്ര എവിടേക്കാണ്? ബഹുമാനപ്പെട്ട ചെറിയത്തിന് ആമുഖമായി ഈ രണ്ട് ശുശ്രൂഷകളെ സംബന്ധിച്ച്, വിവാഹ ശുശ്രൂഷയെ സംബന്ധിച്ച് ഇവിടെ എടുത്തത് ഇതൊരു അഭിഷേകത്തിൻ്റെ കിരീടമാണ് നമ്മുടെ ശിരസിലെടുത്തത്. ഇത് അവരുടെ ജീവിതത്തിൽ നിരന്തരം ബലപ്പെടുത്തുന്നൊരു അഭിഷേകമാണ്. അതോടൊപ്പം ഈ കിരീടം അവരെ നിരന്തരം വെല്ലുവിളിക്കുന്ന ഒരു ലക്ഷ്യം കൂടിയാണ്. അവരെപ്രകാരം ഈ ലോകത്തിൽ കുടുംബജീവിതം പൂർത്തിയാക്കണം, ഈ ക്രൈസ്തവ കുടുംബജീവിതം പൂർത്തിയാക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വർഗം കരുതി വച്ചിരിക്കുന്ന പ്രതിഫലത്തിൻ്റെ കിരീടം, ആ കിരീടത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യാത്ര, അതിന് എല്ലാവരുടെയും ആശീർവാദവും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ആവശ്യമുണ്ട്.
വരെ അവർ സൂക്ഷിച്ചിരുന്ന പലതരത്തിലുള്ള സ്വപ്നങ്ങളുണ്ട്, പദ്ധതികളുണ്ട്, സ്വകാര്യതയുണ്ട്. ഇന്ന് അവയ്ക്ക് പ്രസക്തിയില്ല. ഇന്ന് ഇവരൊന്നു ചേർന്ന് ദൈവത്തിൻ്റെ സ്വപ്നം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ അവർ തയ്യാറാകുമ്പോൾ സ്വകാര്യതയും സ്വന്തമായ സ്വപ്നങ്ങളും അവർ ഉപേക്ഷിക്കുന്നു. അവിടെ ബലി ആരംഭിക്കുകയാണ്. ഈ യാത്രയിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സജീവമായ ബലി അർപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളവും തന്നെയാണ് എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി എൻ്റെ ജീവിതം ബലിയർപ്പിക്കാൻ തയ്യാറാകുന്നു. സ്റ്റെഫി ഇവിടെ ഒരു മരണം അനുഭവിക്കുമ്പോൾ, ശൂന്യവൽക്കരണം അനുഭവിക്കുമ്പോൾ റോഷനിൽ പുനരുദ്ധാനം ചെയ്യുകയാണ്. ആ ഉദ്ധാനത്തിൻ്റെ അനുഭവത്തിലാണ് ഈ മക്കൾ മുന്നോട്ട് പോകുന്നത്, സാക്ഷികളായി മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം കൂടി പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ച് ജീവിതം അവസാനിപ്പിക്കാനല്ല, മറിച്ച് നിങ്ങൾ മാതാപിതാക്കളായി നിങ്ങൾ ഈ തലമുറകൾക്ക് അനുഗ്രഹമായി തീരാനുള്ളത്. ദൈവകരങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് വളർത്തിക്കൊണ്ടുവരാൻ അതൊരു വിളിയാണ്, അത് ഒരു വിളിയാണ്. പക്ഷേ അവിടെയാണ് നമ്മുടെ ജീവിതം സമ്പന്നമാകുന്നത്. ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയും. ഈ രണ്ട് കുടുംബങ്ങളോട് ചേർന്ന് നിൽക്കുന്ന കുടുംബങ്ങളാണ് പ്രിയപ്പെട്ടവരാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അവരോട് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കുക. റോഷൻ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായി അദ്ദേഹത്തിൻ്റെ സുപ്പീരിയേഴ്സായിട്ടൊക്കെ പ്രവർത്തിക്കുന്നവരുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. വളരെ ഊഷ്മളമായ ബന്ധം പുലർത്തുന്ന ഒരു മകനാണ്. തീർച്ചയായും സ്റ്റെഫിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാവേണ്ടതൊരു സംശയമില്ല. ഇത് നിങ്ങളുടെ ദിവസമാണ്, ദൈവം നിശ്ചയിച്ച ദിവസമാണ്. ഇന്ന് ദൈവം നിങ്ങളിലൂടെ മഹത്വം എടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ പ്രതി നിങ്ങളുടെ മാതാപിതാക്കൾ, ഈ നമ്മളുടെ സഭാസമൂഹവും ഈ നമ്മുടെ നാടും അനുഗ്രഹീതരായി തീരാനും അഭിമാനം കൊള്ളാനും ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. എന്നേക്കുമായി ആശീർവദിക്കപ്പെട്ട്
അനശ്വരതയുടെ മോഹനീയ അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അർപ്പിച്ചുകൊണ്ട് ആയുഷ്കാലമെല്ലാം സന്തോഷിക്കുവാൻ നിനക്ക് സംഗതിയാകട്ടെ. തന്റെ സഭയിൽ സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും അന്യോന്യം സന്തോഷിക്കുവാൻ ഇടയാകട്ടെ. കരുണയുള്ള തന്റെ വലത്ത് നിങ്ങളുടെ മേൽ ആവസിപ്പിച്ച എല്ലാവിധമായ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കട്ടെ. സമാധാനദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്നു ആകൽക്കറുസായുടെ ചതിയിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. മാരകമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കുകയും പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങൾ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരിക ഭൂമിയിൽ നിറയുകയും നോഹയോടും മക്കളോടും കൽപ്പിച്ചുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ച വാഴ്വ് നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുത്ത അനുഗ്രഹം നിങ്ങളിലും വസിക്കട്ടെ. ആകാശത്ത് നിന്ന് മഞ്ഞും മഴയും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് യാക്കോബ് തന്റെ പുത്രനായ യൗസേപ്പിന് നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ഐശ്വര്യങ്ങളാലും സമ്പാദ്യങ്ങളാലും സൗഭാഗ്യങ്ങളാലും ദൈവം നിങ്ങളെ സമ്പന്നരാക്കട്ടെ. മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാൻ സീനായി മലയിലിറങ്ങിയ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘത്തെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അർപ്പിക്കാം. Hola.
നാം ഏവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന അവസരത്തിൽ വിശ്വാസികളെ ഗുണദോഷിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും തൽപരരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്നൊരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം സ്വീകരിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികർ നമ്മെ പരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സിംഹാസനമായ ബലിപീഠത്തിൻ്റെയും ശ്രീബായുടെയും വിശുദ്ധേവൻഗേലികളുടെയും ഈ സമൂഹത്തിൻ്റെയും മുമ്പാകെയാകുന്നുവെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും മനോഗതങ്ങൾ അറിയാത്തവരെയല്ല, അറിയുന്നവൻ്റെ സന്നിധിയിൽ അത്രേ നിങ്ങൾ നിൽക്കുന്നത്. ഇതാ, ഇപ്പോൾ മുതൽ ഞാൻ നിങ്ങളെ അന്യോന്യം ഫലമേൽപ്പിക്കും. എനിക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കും. നിങ്ങൾ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുന്ന പക്ഷം ഞാനതിൽ കുറ്റമില്ലാത്തവനായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും സമർത്ഥമായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയും ദൈവമാതാവുമായ വിശുദ്ധ മറിയാമിൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ കൽപ്പനകൾ ആചരിച്ച സകല വിശുദ്ധരുടെയും പ്രാർത്ഥന മുഖാന്തരം യേശു മിശിഹായുടെ വലതുകയിൽ നമ്മളെല്ലാവരും എപ്പോഴും വസിക്കുവാൻ ഇടയാകും. ഓർക്കുമ്പോൾ വിശ്വാസികളിൽ വിശ്വാസങ്ങൾ നിങ്ങൾ എല്ലാവരോടുമുള്ളതാകുന്നു എന്നറിഞ്ഞുകൊള്ളുക. യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ മരിച്ചു പോയവരെ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തട്ടെ. പിതാവും പുത്രനും പരിശുദ്ധവുമായുള്ളവയെ കുറവുള്ളതും ബലഹീനവുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനത്തിലും ഞങ്ങളെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ സ്തുതി. ഞങ്ങളുടെ കർത്താവേ സ്തുതി. ഞങ്ങളുടെ ശരണമേ സ്തുതി.
My confidence is your faithfulness. I will rest in your promises. My confidence is your faithfulness, and I will rest in your promises. My confidence is your faithfulness, and I will rest in your promises. My confidence is your faithfulness. സർക്കാരത്തിന് ഇനിയും ഹോളിൽ പ്രവേശിക്കുവാനുള്ളവർ ദയവായി എത്രയും വേഗം ഹോളിലേക്ക്
ജീവിതത്തിൻ്റെ ആരംഭത്തിലേക്ക് സന്തോഷത്തോടെ പ്രവേശിക്കുമ്പോൾ അവരുടെ ആരോഗ്യത്തിനായി നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്നവ നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ്. യേശുവിൻ്റെ പ്രകാശം അവരുടെ ജീവിതത്തിലേക്ക് അവർ സ്വീകരിക്കുന്നു. ഒരുമിച്ച് ഒരുക്കിയിരിക്കുന്നതായിട്ട് കത്തിക്കുകയും ചെയ്യും. Family and friends, a very warm welcome to all. Myself Tanya, alongside Lena, cousins of Roshan Shetty, a beloved and handsome groom. Welcome you all to this beautiful ceremony. Woo! Today we gather not just to witness Baskin and Roshan Roddy. Marriage is not only the joining of two hearts, but also the two families. So let us begin by honoring the groom's family. Mr. Roshan Roddy, working in the group of companies, Djibouti, East Africa, as an assistant accountant and HR manager. Mr. Ronnie Thomas, father of the group, former accounts manager, Technical Engineering in Delhi. He is currently associated with Blue Hills Group of Mandalaka. Mrs. Nancy Ronnie, mother of the group, former office administrator, Carmel Community School, Delhi. Following the brother of the group, Mr. Ronnie Rohan Ronnie, Senior Data Analyst, IOX Technologies, Chennai. Let's welcome them with a warm round of applause. And now, to honor our beautiful bride's family, bride herself, Stephanie Grace Baston, a talented developer working at IBM. Followed by the father of the bride, Mr. Sebastian P. Courier, respected businessman. Lastly, the mother of the bride, Mrs. Lisa P. Sebastian, who is working at Sally Enterprise. A big applause for this wonderful family. I humbly invite Reverend Father Koshi Chalendra, Parish Priest, St. Thomas Medical Church, to lead us with a short prayer. മാതാപിതാക്കളും അവരോടൊപ്പം നിലകൊള്ളുന്നു. മധുരം പങ്കുവച്ച് പരസ്യമായി സമ്മാനം കൊടുക്കുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നവരെങ്കിൽ അതിലുള്ള സമയം നിങ്ങളെല്ലാവരും വിലപ്പെട്ട സംഭവം ആഹാരത്തിന് മുമ്പുള്ള പ്രാർത്ഥന, ആഹാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന നിങ്ങൾ സ്വയം നിർവഹിച്ച് നിങ്ങൾക്ക് എഴുന്നേൽക്കാവുന്നതുമാണ്. ദൈവമായ കർത്താവേ, നിന്റെ കൃപയാൽ ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ ആഹാര സാധനത്തെയും ഞങ്ങളെ നീ കൃപയോടെ ആശീർവദിക്കണമേ. പിതാവിനെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എല്ലാവർക്കും സന്തോഷകരമായ ഒരു വിവാഹ സദ്യ ആശംസിക്കുന്നു.
It feels like yesterday when we were being mischievous and creating life-threatening games, doing choke slams and arguing from each other, watching Harry Potter and translating those spells into Hindi to do battles, or seeing the remote that mommy hid and putting it back before she arrived, only to realize that we put it in the wrong spot. And of course, stealing money from Papa's wallet to buy snacks and toys, and then getting beaten up together when he found out. Those are some of the best memories that I have with Chennai. And now seeing him here today, so happy and so grown up, it really makes me happy, and more than that, it really makes me proud. Steffi ji, welcome officially to our family. You already fit it so perfectly that you always did one of us. But from today onwards, you got the toughest yet cutest job ever, taking care of children. So all the best, and with that, I would like to raise a toast. Alright, I'd like to raise a toast to a beautiful couple. I wish you both a lifetime filled with love, laughter, and beautiful memories ahead. We're so happy for you. Thank you so much. Now we ask everyone to please settle down as we continue the program. To add some joy to the ceremony, we have a little game for the newlyweds, the shoe game. Stephanie and Raju Chetty, please take your seats back to back. It's each one shoe, and let's see how well we know each other. You know the rules of the game, right? I'll ask you a question and you'll have to answer by these in the shoes of the person who is more likely to. Okay, first question. Who is not foodie? Foodie. Okay, who is more likely to be a kitchen disaster? Very bad cook. More likely. You're a very bad cook. Who spends more time scrolling on the phone?
സമൂഹത്തിൻ്റെ നേതാവായ എഴുപേറ്റാൻ്റെ ആ എഴുപേറ്റാൻ്റെ മോൻ്റെ വിവാഹത്തിൽ എൻ്റെ പേര് രാജഗോപാൽ. ഞാൻ എല്ലാ ആശംസകളും കൈപ്പെട്ടവരെ അഴീക്കോട് പഞ്ചായത്തിൻ്റെ പത്തനംതിട്ട ജില്ലയിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ മാത്രമല്ല പൊതുസമൂഹത്തിൻ്റെ സജീവ സാന്നിധ്യമായി കൈപ്പെട്ട സർവീസ് സഹകരണ ബാങ്കിൻ്റെ ദീർഘനാമത്തിൽ കൂടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ റോണി ഈ ലൈനിൽ നിന്നുകൊണ്ട് ഈ സമൂഹത്തിലെ ജനങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്നു. नी तेरे सुपने दे विच सोहणिया, नी तेरे सुपने दे विच सोहणिया, सानू भी कदिया बन जावन दे। नी तेरे सुपने दे विच सोहणिया, सानू भी कदिया बन जावन दे। सोनी है तेरिया दिलां दी गलियां, सानू भी कदिया बन जावन दे। मेरे अंबर में आके जो ठहरा है वो सूरज नहीं तेरा चेहरा है। ज्यादा सोने से भी जो सुनहरा है, सजरा 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 सजरा। तेरे तो दिल नू लगा के सोहणिया, तेरे तो दिल नू लगा के सोहणिया, सानू भी कदी जश्न मनावन दे। नी तेरे सुपने दे विच सोहणिया, सानू भी कदिया बन जावन दे। सोहणिया तेरिया दिलां दी गलियां, सानू भी कदिया बन जावन दे। सारा जहां मिले भी तो मेरे लिए नाम का है। हाँ तुझसे जुड़ा नाता है जो, वही तो बस काम का है। जिंदगी यार लगती है ज्यादा मुझे खुशनुमा क्यों तेरे साथ में। दिल को देता है यारा तसल्ली तू वैसे ही जैसे के बरसात में। रूखी तरस दी ज़मीं पे सोहणिया, रूखी तरस दी ज़मीं पे सोहणिया, बरस देने बादल सावन दे। नी तेरे सुपने दे विच सोहणिया, सानू भी कदिया बन जावन दे। सुनी है तेरिया दिलां दी गलियां, सानू भी कदिया बन जावन दे। सोहणिया सावनों में मेरे तू ही तू, ख्यालों में मेरे तू ही तू, ख्यालों में
നെഞ്ചില് നേരാണ് എന്റെ കിനാവാണ് എന്തിനും നീയാണ്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ. പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുരുന്നാറ്റേ ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടെ. കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ് ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ് അലിവോടെ തൊടും സാന്ത്വനമാണ്. ഇതിലെ വാ ഇതിലെ വാ കനവിലെ ചിറകുമായി പകലിലെ വഴികളിൽ വെയിലു പോലണയുവാൻ. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ. മുറ്റത്തൊരു കോണിൽ പച്ചപ്പനമ്പായിൽ ഇഷ്ടക്കുറുമ്പോടെ ചേർന്നിരിക്കാം. മുത്തുക്കലമാനെ തെറ്റിപ്പിണങ്ങാതെ മുത്തും മിഴിയോടെ ഞാനിരിക്കാം. ഒരു ദളം പോലെ ഇരുമനം ചേരും മണിക്കുഞ്ഞോളങ്ങൾ മഴവില്ലായി മാറും. ചിമ്മാവാനം ഇതു കണ്ടേ നിൽക്കും മണിക്കുടിലിൻ ചുമരുകളിൽ നിറം കുടഞ്ഞൊന്നു ചിരിക്കും. എന്തൊരു ചേലാണ് നെഞ്ചില് നേരാണ് കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ. കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ് ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ് അലിവോടെ തൊടും സാന്ത്വനമാണ്. ഇതിലെ വാ ഇതിലെ വാ കനവിലെ ചിറകുമായി പകലിലെ വഴികളിൽ വെയിലു വെൺമതി ഇനി അരികിൽ നീ മതി. വാർമുഖി കണിമലരാം എൻ സഖി പൂക്കും ചിരി തിരി തെളിയും താരകം നോക്കും ഞൊടി പല കനവിൻ പൊഞ്ചാലകം. കാൽത്താളങ്ങളോ മനം നനയും പാൽ പെയ്യലായി ചേലാമബലായി ഇതൾ വിരിച്ചു ചിരിച്ചഴകിൽ വാ 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 വെൺമതി ഇനി അരികിൽ നീ മതി. വാർമുഖി കണിമലരാം എൻ സഖി. നിന്റെ ചുറ്റും കാട്ടായി മേഘക്കൂടെ പിടിച്ച്
മോഹപ്പടവുകളേറി ഞാൻ ചെല്ലച്ചുണ്ടത്തിട്ടും മല്ലിത്തേനും കൊതിച്ച് രാഗത്തിരകളിൽ നീന്തി ഞാൻ രാവണിഞ്ഞനിലാവിലാദ്യമായി ഞാനലിഞ്ഞു സദാ ഈ പകൽ നവിലോല സാന്ത്വനം ജീവനായതിതാ കാത്തേനിന്നതും പുതു ഹൃദയം തേടുന്നതും നീയാം സ്നേഹമായി എന്നിൽ നിറങ്ങൾ നിറയെ ഇനി വാ 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 വെൺമതി ഇനി അരികിൽ നീ മതി വാർമുഖി കണിമലരാം എൻ സഖി പൂക്കും ചിരി തിരി തെളിയും മിൺകാരകം നോക്കും ഞൊടി പല കനവിൻ പൊഞ്ചാലകം കാൽത്താളങ്ങളോ മനം നനയും പാൽ പെയ്യലായി ചേതാമാമ്പലായി ഇതൾ വിരിച്ചു ചിരിച്ചഴകിൽ വാ 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 വെൺമതി ഇനി അരികിൽ നീ മതി വാർമുഖി കണിമലരാം എൻ സഖി തിരിതിരിയുടെ കതിരൊളിയോ മൽച്ചേലൂടെ മിഴീണ ചിമ്മി തൊഴുതുണരാൻ ഇന്നെന്താണെന്താവോ ചിരി ചിരി ചെറു ചിരി ചിരിയുടെ കുളിരൊളി നീ മുറ്റത്തെ മൺചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ ആലോലം ചാഞ്ചാടും നാളത്തിൽ ചേരുന്നേ ആരോ പൊൻതിങ്കളോ പൂന്തെന്നൽ വന്നാലും വാഴാതെ നിന്നാടും താരാജാലങ്ങളോ ഉയരിൽ നിറയും അരിയ കിനാവുകളെ ചിറകിൽ ഉയരാൻ തോന്നിയോ മധുരം പകരും ഒരു പിടി നിമിഷവുമായി ഇതുവഴി പോരുവതാരോ തിരിതിരിയുടെ കതിരൊളിയോ മൽച്ചിലൂടെ മിഴിയിണ ചിമ്മി തൊഴുതുണരാൻ ഇന്നെന്താണെന്താവോ ചിരി ചിരി ചെറു ചിരി ചിരിയുടെ കുളിരൊളി നീ മുറ്റത്തെ മൺചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ ഈ തെരുവിനോരങ്ങളിൽ നീ എഴുതിടും കോലമോ ഈ തെരുവിനോരത്തു നീളെ നീ എഴുതിടും കോലമോ പറയൂ ഇളവെണ്ണിലവേ നീ കളഭമാടുന്ന നേരം ആ പരിമളം മന്ദമെൻ ഹൃദയം തഴുകി അഴകേ സമയമേ നീ ഒഴുകി നീങ്ങാതിവിടെ മതിവരെ നിന്നു തരൂ നിറയുക സിരകളിൽ അനുപമലഹരികളെ പകലിലേറെ അഴകുമായി വരുമൊരതിശയരാവു തരും സുഖമിതു മറയരുതിനിയൊരു പിറവി വരെ കാതിനോരമായി
പാടും നാളത്തിൽ ചേരുന്നേ ആരോ പൊൻസൂര്യനും ഉയിരിൽ നിറയും അരിയ കിരാവുകളെ ചിറകിൽ ഉയരാൻ കൊതിയ മധുരം പകരും ഒരു പിടി നിമിഷവുമായി ഇതുവഴി പോരുവതാരോ നിൻമിഴിയിൽ വിഴിനട്ട് കൺപീലി ചിമ്മാതെ നിന്നെ എൻ ചുമരിൽ വിരലോട് നിൻ പേര് ചേർക്കുന്നു താനേ ഉള്ളറയിൽ നിധി പോലെ ഞാൻ കാത്തുവെച്ചേറെ നിന്നെ എൻ ഉയിരിൻ നിഴലേ മായാതെ ഉറവേ ഇരവിലെ ചില്ലു കിരണമായി തെളിയു നീ നിറവേ കനവിലെ മഞ്ഞുപാളിയിൽ മിന്നി നീ ഉറവേ ഇരവിലെ ചില്ലു കിരണമായി തെളിയു നീ നിറവേ കനവിലെ മഞ്ഞുപാളിയിൽ മിന്നി നീ ഒരു വാൾ കണ്ണാടി തോൽക്കും അണിമെയ്ത്താരോടെ മുന്നിൽ വിരിയും ചേലാണ് നീ ചൊടിയിൽ പവനുതിരുമോരോ മൊഴിയും തേനൂറിടും പൂ